ഹലോ ഗൈസ്, എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ കേട്ടോ. അപ്പൊ ഇന്ന് ചിത്തിരയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കൂട്ടുകറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ട് സദ്യ സ്റ്റൈല് കൂട്ടുകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് ഇനബിൾ ചെയ്ത് വെക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് എല്ലാവർക്കും കൂടി വീഡിയോയിലോട്ട് പോവാം. ഒരു കപ്പ് കടലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തലേ ദിവസം തന്നെ കുതിർത്തെടുത്ത കടലയാണ്. അതിനകത്തേക്ക് ഒരു 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാൻ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ കടല. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഞാൻ ഒരു കായയും ഒരു 1/4 ഭാഗം ചേനയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യൂബ് കണക്കിനാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത്. അതിനകത്തേക്ക് 2 പച്ചമുളകും അതുപോലെ ഒരു തണ്ട് വേപ്പിലയും കൂടി അരിഞ്ഞ് ചേർത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഇറക്കി അതുപോലെ തന്നെ അതിനകത്ത് കടല വെന്തോന്ന് നോക്കിട്ടോ അതിനകത്തേക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2 വിസിൽ വന്നതിന് ശേഷം നമ്മൾ അപ്പം തന്നെ തുറന്നില്ല. വിസിലൊക്കെ തന്നെ തണുത്ത് പോകുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഒന്ന് തുറന്നു കൊടുത്തപ്പോഴത്തേക്കും വെള്ളം എല്ലാം വറ്റി പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അല്പം അടിയിൽ ഇച്ചിരി വെള്ളം കൂടി കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം അതൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കുവാണ്. തേങ്ങയുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഒന്ന് ചൂടാക്കി കൊടുത്തു കേട്ടോ. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഉഴുന്നാണ് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ച് നമുക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്ത് നമുക്ക് എടുക്കണം. കരിഞ്ഞു പോവാണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനെ കൊണ്ട്. തേങ്ങ ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പൊടിയാണ് കേട്ടോ മല്ലിയുടെ. നിങ്ങളുടെ കയ്യിൽ ഹോൾ മല്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓവർ എരിവ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം തീ ഒന്ന് ഓഫാക്കി കൊടുക്കുവാണ്. ഇനി ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് അതിനകത്ത് കിടന്ന് കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് അരയ്ക്കാൻ എടുത്തതിന് ശേഷം ഒരു 1/4 ഭാഗം ഒന്ന് നീക്കി വെക്കുവാണ് കേട്ടോ. വറുത്ത തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഒതുങ്ങി കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. അതുപോലെ തന്നെ വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം മതി. ഈ ഒരു കട്ടയായിട്ട് ഇരിക്കാൻ പാകത്തിന് മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുത്തത്. കായയും ചേനയൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു കട്ടയാവാൻ വേണ്ടിയിട്ടാണ് കറി. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മയം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു മധുരവും വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഇത് ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം കായയും ചേനയൊക്കെ നന്നായിട്ടൊന്ന് അതിനകത്ത് കിടന്ന് ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു കൂട്ട് ചട്ടിക്കലത്തിലോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. ചട്ടിക്കലത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു കൂട്ടും അതുപോലെ തന്നെ മാറ്റി വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് ഇളക്കി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് തിള വന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം. ചട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു തണ്ട് വേപ്പിലയും അതുപോലെ 2 വറ്റൽമുളകും കൂടി മുറിച്ച് അതിനകത്തോട്ട് ഇടാം. അതോടൊപ്പം തന്നെ ചെറിയുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കൂട്ടുകറിയിലോട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വെള്ളം ഉള്ളതുപോലെ തോന്നും.
പക്ഷെ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കറക്റ്റായിട്ട് നമ്മൾ വിളമ്പാനാക്കുമ്പോഴത്തേനും കറക്റ്റ് വെള്ളമൊക്കെ പറ്റി നല്ലൊരു കട്ടയായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ചെറിയൊരു വെള്ളമായി ഇപ്പം നമുക്ക് തോന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ, പക്ഷെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും കേട്ടോ. കറക്റ്റ് പരിവായി കിട്ടും ആ ഒരു സമയമാകുമ്പോഴത്തേനും. അപ്പോൾ ഈ കൂട്ടുകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ